ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഡ്ജീസ്, അതായത് ലവ് ബേഡ്സിനെ എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്തിയാൽ അതിൽ നിന്ന് വരുമാനം കിട്ടും എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യണം. 5 വർഷമായിട്ട് ഞാൻ ലവ് ബേഡ്സിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. മാത്രമല്ല, ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അതും തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ലവ് ബേഡ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളർത്തുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. മാത്രമല്ല, ഒരു വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പോൾ അതും നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു. ഹായ്, അപ്പോൾ ഇതാണ് നമ്മളെ കിളിക്കൂട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിളിക്കൂടാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് കോളനി ബ്രീഡ് സെറ്റപ്പിലാണ് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത കൂടാണ്. അപ്പോൾ കോളനി ബ്രീഡ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂട് അത്യാവശ്യം വലുപ്പമുണ്ടാവണം, ഒന്ന്. പിന്നെ കൂട്ടിലെപ്പോഴും ഒരു പാർട്ടീഷൻ വേണം. അപ്പോൾ അതൊക്കെ കാണാം, നെറ്റ് ഉപയോഗിച്ച് ഞാൻ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു കൂടാണ്, അതിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയിടാനാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ചെറിയ പാർട്ടീഷൻ വേണം. കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഒരു 10 പേരിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ, കോളനി ബ്രീഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് 10 പേരിനിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു 10 പേരിന് 2 മാസം കൊണ്ട് ചുരുങ്ങിയത് ഒരു 40 കുഞ്ഞുങ്ങളെ കിട്ടും. ഒരു 4 കിട്ടിയാൽ, മിനിമം 4 കിട്ടിയാൽ 40 കുഞ്ഞുങ്ങളായി. 2 മാസത്തിൽ 40 കുഞ്ഞുങ്ങൾ. ഈ 40 കുഞ്ഞുങ്ങൾ വീണ്ടും 1 മാസം കൂടി കഴിഞ്ഞാൽ ഈ തള്ളക്കിളീൻ്റെ അതേ വലുപ്പത്തിലെത്തും. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് കിളീനെ സെയിൽ ചെയ്യാനാവുമ്പോഴും മറ്റവർക്ക് പിടിച്ചെടുക്കാനാവുമ്പോഴൊക്കെ കൺഫ്യൂഷൻ ആവും. തള്ളക്കിളി ഏതാണ്, കുഞ്ഞുങ്ങളി ഏതാണെന്നുള്ള ആ കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളിനെ സ്പോട്ടിൽ മാറ്റിയിടുക, ആ ചെറിയ കൂട്ടിലേക്ക് മാറ്റിയിടുക. പിന്നെ രണ്ടാമത്, ഇത് ബ്രീഡ് ബോക്സ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 10 പേരാണെങ്കിൽ ഒരു 15 ബ്രീഡ് ബോക്സ് വെച്ച് കൊടുക്കണം. അതായത് ഈ കിളികൾ തമ്മിലുള്ള കൊത്തുകൂടൽ ഒഴിവാക്കാൻ അത് ഒരുപാട് സഹായിക്കും. കാരണം കിളികൾ പെട്ടെന്ന് തന്നെ ഒരു കൂട്ട് കയറിയിട്ട് അതിൽ മുട്ടയിടില്ല. പരസ്പരം അത് 2, 3, 4 കൂട്ടിൽ കയറി നോക്കി എന്നിട്ടൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അതിലിടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ 2, 3 കൂടുണ്ടാകുമ്പം ആ കൊത്തുകൂടൽ ഒഴിവാക്കി കിട്ടും. ചിലപ്പോൾ മുട്ടയിട്ടിരിക്കുന്ന കൂട്ടിൽ തന്നെ വേറൊരു കിളി കയറിയിട്ട് അതിനെ കൊത്താനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും, മുട്ട താഴ്ത്തിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഈ എക്സ്ട്രാ ബ്രീഡ് ബോക്സ് വെക്കുന്നത്. ബ്രീഡ് ബോക്സ് വെക്കുമ്പോൾ തന്നെ മരത്തിൻ്റെ ബോക്സ് വെക്കുന്നവരുണ്ട്, പൈപ്പിൻ്റെ ബോക്സ് PVC പൈപ്പ് ഉപയോഗിച്ച് വെക്കുന്നവരുണ്ട്, കലം വെക്കുന്നവരുണ്ട്. ഞാൻ മൺകലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൺകലം ഏറ്റവും നല്ലത് മൺകലാണ്. അതായത് അത് വിടുത്തുള്ള കലം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോൾ ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഈ കിളികൾക്ക് കടക്കാൻ പറ്റുന്ന ഭാഗം കുറച്ച് മുകൾ ഭാഗത്താക്കി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഹോള് കുറച്ച് മുകൾ ഭാഗത്താണെങ്കിൽ ഒരു കുഞ്ഞുങ്ങളും പുറത്തു പോകാതെ അത്യാവശ്യം നല്ല വലുപ്പമാകുമ്പോൾ ഇറങ്ങുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിൽ കയറിയിട്ട് തന്നെ നമുക്ക് എടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കൂട്ടിൽ കയറിയിട്ട് ഇതിനെ കുഞ്ഞുങ്ങളെടുത്ത് താഴത്ത് വെച്ച് കൊടുക്കലുണ്ട് ഈ പ്രായമാകുമ്പോൾ തന്നെ. കാരണം നമ്മളെ ശ്രദ്ധ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതുപോലെ കുഞ്ഞുങ്ങൾ 2, 3 കുഞ്ഞുങ്ങളുള്ളതും 6, 7, 5, 6 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില കൂട്ടിൽ 2, ചിലതിൽ 6 ആകുമ്പോൾ നമ്മൾ ഈക്വലാക്കി വെച്ച് കൊടുക്കുക, ഒരു 3 ആക്കി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊരു 5 കുഞ്ഞുങ്ങളില്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റി അങ്ങനെ ഈക്വലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കിട്ടാനും ആ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് നമുക്ക് കിട്ടാനും അത് ഉപകാരപ്പെടും. അതുപോലെ ഡോറ് അത്യാവശ്യം വലുപ്പമുള്ള ഡോറാണ്. ഇപ്പോൾ ഡോറാണ് കാണിക്കുന്നത്, അത്യാവശ്യം വലുപ്പമുള്ള ഡോറാണ്. ഒരാൾക്ക് കയറാൻ പറ്റിയ രൂപത്തിലുള്ള ഡോറാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ ഡോറും ഫിറ്റ് ചെയ്യണം, അത് ഭക്ഷണം വെച്ച് കൊടുക്കാൻ. അതെപ്പോഴും തുറക്കുന്ന ഡോറാണ്, അത് ചെറുത് വെച്ച് കൊടുക്കുക. വലിയ ഡോറ് നമുക്ക് ഉള്ളിലേക്ക് കയറുന്നത് ഇതന്നെ, ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിടാനും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കടക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഡോറ് നിർബന്ധമായിട്ടും ഒരാൾക്ക് കയറാൻ പറ്റിയ രൂപത്തിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഡോറിൻ്റെ കാര്യം. അതുപോലെ ഇതിന് ഫുഡ് കൊടുക്കുന്നത്, കിളികൾക്കുള്ള ഫുഡ് തെന മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അതിന് നമ്മൾ മറ്റുള്ള ഫുഡുകളും കൊടുക്കണം. അതായത് തെന, അതുപോലെ തുളസിയില, രാഗി, നുറുക്കരി, കണവനാക്ക്, ഭക്ഷണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെ പുട്ട്, ദോശ, ഇതൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഹെൽത്തി ബേർഡാണ്. ഒന്നിനും ഇതുവരെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല, ഒരു മെഡിസിൻ ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്.
ഈ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും ക്ലീൻ ആയിരിക്കണം. അതിൽ മറ്റുള്ള പ്രാണികളോ അങ്ങനെയുള്ള പ്രാണികളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ചെയ്ത ഇല തന്നെ വേണം കിളികൾക്ക് കൊടുക്കാൻ. കാരണം അത് കാരണം ഒരു അസുഖം ഉണ്ടാവരുത്. കാരണം പല ഇലകളെ നമ്മൾ പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ എന്തെങ്കിലും അണുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കിളികൾക്ക് ബാധിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കിളിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കിളികൾക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഫുഡിൻ്റെ കാര്യം കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള ഫുഡായിരിക്കണം. കൂട് എപ്പോഴും അതേപോലെ നല്ല നീറ്റായിരിക്കണം. കൂട് ഈ കോളനി വീടൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ക്ലീൻ ആക്കാനുണ്ടാവും. അപ്പോൾ അതൊരു 2-3 ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ സ്മെല്ലോ അങ്ങനത്തെ ഉള്ള ഒരു ബേർഡല്ല ലവ് ബേർഡ്സ്. അതുപോലെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ പക്ഷി ഇതുവരെ മുട്ടിട്ടിട്ടില്ല, പെയറായിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ പക്ഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് മെയിലും ഫീമെയിലും കറക്റ്റ് നോക്കണം. ലവ് ബേർഡ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മൂക്ക് മെയില് ഡാർക്ക്, മെയിലിൻ്റെ മൂക്ക് ഡാർക്ക് ബ്ലൂ ആയിരിക്കും. അതുമാതിരി ഫീമെയിൽ ഒരു ലൈറ്റ് വൈറ്റ് കളറായിരിക്കും. ഇതാണ് ലവ് ബേർഡ്സിനെ തിരിച്ചറിയാൻ. മറ്റുള്ള പക്ഷികളതൊക്കെ DNA ചെയ്തിട്ട് വരെയാണ് നമ്മൾ എടുക്കാറുള്ളത്. കോക്ടെയിൽ, കൊനൂർ, ആഫ്രിക്കൻ ബേർഡ്സൊക്കെ DNA ചെയ്തിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ, വില കൂടിയ ബേർഡ്സ് ആയതുകൊണ്ട്. അപ്പം ലവ് ബേർഡ്സിനെ പെട്ടെന്ന് തിരിച്ചറിയാം. പിന്നെ അതുകൊണ്ട് മാത്രം മുട്ടയിടുന്നില്ല, നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ കൂടുമായി ഒന്ന് ഇണങ്ങാനുണ്ട്. കൂടുമായി ഇണങ്ങിയാൽ മാത്രമേ ലവ് ബേർഡ്സ് മുട്ടയിടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായും.